ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. തൃശൂർക്കാർ ജയിപ്പിച്ചു വിടുന്ന MP നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തൃശൂരിൽ ഒതുങ്ങും, ഞാൻ കേരളത്തിന്റെ MP-യായി വർദ്ധിക്കും എന്നത് വെറും വാക്കല്ല. അതിൽ ഓരോ ദിനവും ഓരോ നിമിഷവും ഊന്നിയുറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ്. മാത്രവുമല്ല, തമിഴ്നാട്ടിൽ അവിടെ നിന്ന് 2-3 MP-മാർ വരുമെങ്കിൽ പോലും ഒരു വലിയ സംസ്ഥാനമായതുകൊണ്ട് എന്റെ ശ്രദ്ധ തമിഴ്നാട്ടിലുമുണ്ടാവും എന്ന് പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല. അങ്ങനെ തന്നെയായിരിക്കും എന്റെ പ്രവർത്തനം. അങ്ങനെ ആവണം എന്ന പ്രവർത്തനത്തിലാണ് ഞാൻ ഇപ്പോഴും ഹൃദയപരമായി ഊന്നി നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ ഏൽപ്പിച്ച് എന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണ്, അധിക ഭാരം എന്ന് പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്നെ തള്ളിവിട്ടിരിക്കുന്നത്. അതെന്റെ നേതാക്കളോടുള്ള എന്റെ ബാധ്യതയായി, എന്റെ ബഹുമാനമായി, റെസ്പെക്റ്റായി ഞാൻ കൃത്യമായി നിർവഹിക്കുവാനും ഓരോ മലയാളിക്കും, നമ്മുടെ എതിർകക്ഷികളെന്ന് പറയപ്പെടുന്ന മലയാളിക്ക് പോലും, ഓരോ കുടുംബത്തിലെയും ഓരോ അംഗത്തിനും, ഒരു മലയാളി മന്ത്രിയുടെ കുടുംബക്കാർ ഞങ്ങൾ മലയാളികളെന്ന് പറയുന്ന അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിക്കുന്ന തരത്തിൽ എന്റെ പ്രവർത്തനത്തിന്റെ തിളക്കം ഞാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവസാനം വരെയും എന്ന് മാത്രം വാഗ്ദാനം ചെയ്തു. ഇനി ഔട്ട് ഓഫ് ദ ബോക്സ്, അത് മീഡിയ ഇന്ന് ഇവിടെ ഉള്ളതും വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട MP എന്ന നിലയ്ക്ക് ആ ഓഫീസിന്റെ വെരി റെസ്പെക്ട്ഫുൾ ഇമേജ് അത് ഞാൻ കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നെ മറ്റിടങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കരുത്. ഞാൻ ഇന്നലെ എൻ്റെ തൃശൂർ പട്ടണത്തിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു, ആരും എൻ്റെ പൊരുളുകൾ ഉരച്ചു നോക്കാൻ വരാൻ മുതിരരുത്. വേണമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം തരാം, ഉരച്ചോ വെട്ടിക്കീറി പരിശോധിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാൻ ഇത്രയും ദിവസം ഇന്നലെ കാലത്ത് എൻ്റെ സ്വഗൃഹത്തിൽ വന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്ന് ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ തന്നെ ഞാൻ സംസാരിക്കുന്നത്, അത് മീഡിയയുമാണ്. ഇതാദ്യത്തേതാണ്. അത് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇത്രയും ദിവസം, ഇന്നലെ രാത്രി ട്രെയിനിൽ വരെ സംഭവിച്ചിട്ടുള്ള എന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് എന്റെ വ്യക്തിയുടെ നിർവഹണമാണ്. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെയും എന്നെ പഠിപ്പിച്ച ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റിമ മാതാ നാഷണൽ കോളേജ് ആയാലും അവിടം തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കളുടെ നിശ്ചയമായാലും എന്നെ നല്ല അന്തരീക്ഷം മാത്രം എനിക്ക് ചുറ്റും തന്ന് എന്നെ പരിപോഷിപ്പിച്ച് ഒരു ഉത്തമ പൗരനായി വളർന്നു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അതിനുതകിയ എൻ്റെ സുഹൃത്തുക്കൾ, ഇവരെല്ലാം വാരി വിതറിയ നന്മയുടെ അംശങ്ങളാണ് നിങ്ങളിന്ന് എന്നിൽ നിന്ന് സ്ഫുരിക്കപ്പെടുന്നതായി കാണും. ഞാൻ ആ വഴിക്കേ സഞ്ചരിക്കും. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്.